عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالتي حيلتي أدركني يا رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരു സഹോദരൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഉസ്താദുമാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരിഹാസങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രമാണബദ്ധമായി ഒരു വിഷയം സമർത്ഥിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ നടത്താനോ ഒന്നും അദ്ദേഹത്തിന് കഴിയില്ല. മറിച്ച് ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ നിരത്തിവെച്ച് പരമാവധി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ യുക്തിവാദത്തിലേക്ക്, അർദ്ധയുക്തിവാദത്തിലേക്കും മതയുക്തിവാദത്തിലേക്കും കൊണ്ടെത്തിക്കുക എന്നതാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു മഹത്തായ ഒരു സേവനം. അദ്ദേഹത്തിന് മറുപടിയായിക്കൊണ്ട് ഫഹീം മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് വളരെ പ്രമാണബദ്ധമായി ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ട് പോലും ഒരൊറ്റ വീഡിയോക്ക് പോലും മര്യാദക്ക് പ്രമാണബദ്ധമായി പ്രതികരിക്കാൻ മൻസൂറിന് സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്തുകയാണ്. പിന്നെ ഒരു ക്ലിപ്പ് എടുത്തു വെച്ച് അവന് തോന്നിയതെന്തല്ലോ വിളിച്ചു പറയുക എന്നതിനപ്പുറം ഒരു വിഷയത്തെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അത് അവതരിപ്പിക്കാൻ യാതൊരു നിലക്കും യോഗ്യതയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും നടത്താൻ അദ്ദേഹത്തിന് എമ്പാടും കഴിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞ ഒരു വിഷയവുമായി പ്രതികരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. മുജാഹിദിനോട്, അത് പണ്ഡിതനാണെങ്കിലും അല്ലെങ്കിലും, ആ ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആളുകൾ അങ്ങോട്ട് പോവുകയാണ്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ആളുകൾ മുജാഹിദിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അവർ മുജാഹിദിലേക്ക് പോകുന്നു, അയാൾ തിരിച്ചു വരുന്നില്ല, ആളുകൾ അങ്ങോട്ട് ആകർഷിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഉത്തരം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ ഈ കോവിഡ് എന്ന് പറയുന്ന അസുഖം ബാധിച്ച ഒരാള് ഒരു സ്ഥലത്തുണ്ടായാൽ ശാസ്ത്രം പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ മെഡിക്കൽ മേഖലകൾ എന്താണ് നമ്മോട് പറഞ്ഞത്? അയാൾ ക്വാറന്റൈനിൽ ഇരിക്കണം, അയാൾ മറ്റുള്ളവരുമായി ഇടപഴകരുത്, കാരണം അവർക്ക് രോഗം പകരാൻ കാരണമാകും. എന്നാൽ ആരും, ഒരു ഡോക്ടറും നമ്മളോട് നിർദ്ദേശിച്ചിട്ടില്ല രോഗമില്ലാത്തവർ അവരുമായി ഇടപഴകിയാൽ അവരുടെ രോഗം മാറിക്കോളും, അവരുടെ രോഗം മാറിപ്പോകും എന്നാരും പറഞ്ഞില്ല. എന്തുകൊണ്ട്? രോഗമാണ് പകരുന്നത്, ആരോഗ്യം പകരില്ല. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉത്തരം. അപ്പോൾ വഹാബിസം അല്ലെങ്കിൽ തബ്ലീഗിസം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അതൊരു രോഗമാണ്. അത് മനസ്സിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഈമാനിന് സംഭവിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ്. ഈ രോഗമുണ്ടായി കഴിഞ്ഞാൽ ആ രോഗി പിന്നീട് ആരോഗ്യമുള്ള ഒരാൾ അതിലേക്ക് ചേരുമ്പോൾ അവൻ രോഗിയായി മാറും. അത് സ്വാഭാവികമാണ്. ഇനി മൻസൂറെ, താങ്കൾക്കറിയാമല്ലോ, ഇവിടെ യുക്തിവാദികൾ ഇസ്ലാമിനെതിരെ നല്ലവണ്ണം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മുസ്ലിമായൊരു വ്യക്തി യുക്തിവാദിയുടെ പ്രസംഗം കേട്ടാൽ അയാൾ യുക്തിവാദിയാകുമോ? അതല്ല അയാൾ ഒന്നും കൂടി സ്ട്രോങ് ആയ മുസ്ലിം ആകുമോ? ഉറപ്പാണ്. അയാൾക്ക് ഈമാൻ കുറവുള്ള ആളാണെങ്കിൽ, അധികം ചിന്തിക്കാനും ചിന്താശേഷിയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു യുക്തിവാദിയുടെ പ്രസംഗം കേട്ടാൽ അയാൾ യുക്തിവാദിയാകും, അയാൾ എക്സ് മുസ്ലിം ആകും. അതുപോലെ തന്നെയാണ് വഹാബികൾ എന്ന് പറയുന്ന അർദ്ധയുക്തിവാദികളാണ്. ആ അർദ്ധയുക്തിവാദികളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ, ഒരു സുന്നിയായ മനുഷ്യൻ കേട്ടാൽ അവൻ അർദ്ധയുക്തിവാദിയാകും, പിന്നീട് അവൻ മതയുക്തിവാദിയായി, പിന്നീട് അവൻ പൂർണ്ണയുക്തിവാദിയായി മാറും എന്നുള്ളതൊരു സത്യമാണ്. ഇനി മൻസൂർ പറയുന്ന കാരണം എന്താ നമുക്കൊന്ന് കേൾക്കാം. ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം ഒന്ന് മാത്രമാണ്, അവർ സത്യം പറയുന്നു. സത്യം പറഞ്ഞാലേ മൻസൂർ പറയുന്നത് മുജാഹിദുകൾ സത്യം പറയുന്നത് കൊണ്ടാണ് ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കുന്നത്. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത്. കാരണം ഈ ലോകത്ത് കളവ് പറയൽ മത്സരം നടത്തിയ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ മാത്രമേ ഉള്ളൂ. ലോകത്ത് വേറെ ഒരു ഇസ്ലാമിക സംഘടനകളും ഇത്തരം ഒരു മത്സരം നടത്തിയിട്ടില്ല. അത് മത്സരം നടത്തിയവർ തന്നെ, അതിൽ പങ്കെടുത്ത പങ്കാളികളായി സമ്മാന ജേതാവായ ആള് തന്നെ പറയട്ടെ. ഇത് പിന്നെ ഈ കളവ് പറയല് മത്സരം ഏതാണ്ട് ഞാൻ ഈ MSM സമ്മേളനം ഉണ്ടായ സംസ്ഥാന സമ്മേളനം ഉണ്ട് തൃശ്ശൂരിൽ വെച്ച്, അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ മുമ്പായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് പോയിട്ട് മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോഴത്തെ ഈ വിമത
ഗ്രൂപ്പിന്റെ നേതാവ് എ അബ്ദുറഹ്മാൻ ഹാജിന്റെ ആ നാട്ടിൽ വെച്ച് അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്. ആരാലും അറിയപ്പെടാത്ത ഒരു ഒരു മലമ്പ്രദേശത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഇതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് പോരെ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് ഈ വീസിന്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ടയിൽ കയറി. അപ്പൊ അതിനൊരു നന്നായി ബ്രെയിൻ വാഷ് സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ സംഘടിപ്പിച്ചത് ഇതിന്റെ അലി അസ്ഗർ അലി അതുപോലെ തന്നെ ടി വീരാൻകുട്ടി സുലമി, അതേപോലെ അലി പത്തനാപുരം, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ അണ്ടറിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങള് ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ ഇവര് പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളിപ്പോ ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പ് കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്ത് സോപ്പും പെട്ടി സമ്മാനം കിട്ടിയ ആളാണ് ഈ പറയുന്നത്. യുദ്ധങ്ങളിൽ കളവ് പറയാറുണ്ട്, അതുകൊണ്ട് നമുക്ക് എപ്പോഴും കളവ് പറയാം, അതിന് മത്സരവും നടത്താം, കളവ് പറഞ്ഞ് മത്സരം നടത്താം എന്നൊക്കെ ഒരു മുജാഹിദ് പണ്ഡിതൻ വിശദീകരിച്ചു കൊടുക്കുന്ന ദാരുണ രംഗമാണ് നമ്മൾ കാണുന്നത്. ലോകത്ത് മൻസൂറെ ഇതുപോലത്തെ ഒരു പ്രസ്ഥാനം, ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ പറ. കളവ് പറയാൻ മത്സരം വെച്ച ടീമാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങളാണപ്പോ സുന്നികൾക്ക് സത്യം പറയാൻ പഠിപ്പിക്കുന്നത്. മാത്രല്ല പച്ചക്ക് കളവ് പറയുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു സാമ്പിളിനൊരു ഉദാഹരണം പറയാം. സംഭവം ജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു 5 ലക്ഷം മുസ്ലിമീങ്ങളെ ഹജ്ജ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെല്ലാം മുശ്രിക്കുകളാണ്. ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ ആ 5 ലക്ഷം മാത്രമേ എന്തുള്ളൂ മുസ്ലിമീങ്ങളായിട്ട് ഹജ്ജ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് അനസ് മൗലവി അതിനെ ന്യായീകരിക്കുകയാണ്. മുശ്രിക്ക് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടേ ഇല്ല. എവിടെ? പച്ചക്ക് മുശ്രിക്കീങ്ങളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലിപ്പും റെഡിയാണ്. എന്നിട്ട് ആ ക്ലിപ്പ് ഉണ്ടായിരിക്കും മൗലവി അനസ് മൗലവി പറയാ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പച്ചക്ക് കളവ് പറയുന്ന ഒരു വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾ കേട്ടുള്ളൂ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തണുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നില്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ഇങ്ങനെ പച്ചക്ക് സത്യം മൂടി വെച്ചുകൊണ്ട് പച്ചക്ക് കളവ് പറയുന്ന ആളുകളാണ് ഈ മുജാഹിദ് മൗലവിമാർ. ഈ ദുനിയാവിന്റെ വിഷയത്തിൽ തന്നെ ഇത്തരം കളവ് പറയുന്നുണ്ടെങ്കിൽ ഇവർ പ്രമാണങ്ങൾ എത്രത്തോളം കളവുകൾ പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ്. ഒരുപാട് സംവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദുമായി നടത്തിയ സംവാദത്തിൽ തന്നെ ലാ കട്ട സംവാദം എന്ന് അറിയപ്പെടുന്ന ഒരു സംവാദമുണ്ട്. അത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ലാ കട്ടതാണോ വിട്ടതാണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പ്രമാണങ്ങളിൽ കളവ് നടത്തുന്ന വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇനി അതിനുശേഷം നടന്ന ഓരോ സംവാദങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ കളവ് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ മൂവാറ്റുപുഴ സംവാദത്തിൽ ഫീഹി ഇല്ലത്താനി എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഭാഗം ഹദീസിന് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഫീഹി ഇല്ലത്താനി പറഞ്ഞിട്ടുണ്ട് എന്ന് പച്ചക്കളവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഫീഹി ഇല്ലത്താനി ആ ഹദീസുമായി ഒരു വരിയിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പച്ചക്കളവ് പറഞ്ഞു. എന്നിട്ട് ആ കളവ് ന്യായീകരിക്കാൻ നടന്നു. പക്ഷേ മുജാഹിദ് മൗലവിമാർ തെറ്റിയപ്പോൾ എന്ത് ചെയ്തു? സക്കരിയ സലാഹി സത്യം പറഞ്ഞു, ഫീഹി ഇല്ലത്താനിയിൽ കുടുങ്ങിയതാണെന്ന് പറഞ്ഞു, ഫീഹി ഇല്ലത്താനി അതിലില്ലാത്തതാണെന്ന് സത്യം പറഞ്ഞു. അപ്പോ പച്ചക്ക് പ്രമാണങ്ങളിൽ വരെ കളവ് പറയുന്ന വിഭാഗമാണ് മുജാഹിദ് മൗലവിമാർ. എന്നിട്ട് ഈ മൻസൂർ പറയുകയാണ് സുന്നികളല്ലാത്തവരൊക്കെ സത്യം പറയുന്നവരാണ്, സുന്നികൾ കളവ് പറയുന്നവരാണ്. ഇനി മൻസൂർ പറയട്ടെ ബാക്കി. പരിശുദ്ധ ഖുർആൻ തെളിവാക്കി സംവദിച്ചു കഴിഞ്ഞാൽ ഈ വിഭാഗം ആളുകൾക്ക് ഉത്തരം മുട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഇവിടെ ഉത്തരം മുട്ടുന്നത്? ഓരോ സംവാദങ്ങൾ കഴിയുമ്പോഴും ഉത്തരം മുട്ടുന്നത് ആരാണെന്നും അതുപോലെ ഈ പ്രസ്ഥാനം ചിന്ന ഭിന്നമായി 8 തൗഹീദായി മാറിയത് ആരാണെന്നും പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും യാഥാർത്ഥ്യമാണ്. എൻ്റെ മൻസൂറെ, നീ മനസ്സിലാക്കേണ്ടത് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലവിൽ വന്നിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞു. ഈ 1 നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് ആ 1 നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്തുള്ള ഖുർആനല്ലേ ഇന്നുള്ളത്? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്ന ഭിന്നമായി?
മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് ചിന്ന ഭിന്നമായി? താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ട് സുന്നികൾ ഖുർആൻ പറയുന്നില്ല, ഖുർആനിലേക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഈ മുജാഹിദ് പ്രസ്ഥാനം 8 കഷ്ണമായത്? എന്തുകൊണ്ട് 8 കഷ്ണമായി? ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ 8 കഷ്ണമാകുമോ? ഞങ്ങൾ ഏത് തൗഹീദിലേക്കാണ് വരേണ്ടത്? 8 വിഭാഗം മുജാഹിദും 8 തൗഹീദാ പറയുന്നത്. ഞങ്ങൾ ഏത് തൗഹീദിലേക്കാണ് വരേണ്ടത്? എന്താണ് എൻ്റെ നിലപാട്? അതൊന്ന് പറയും. മാത്രല്ല സക്കരിയ മൗലവി തന്നെ പറയുന്നുണ്ട്, മുജാഹിദിലെ മൗലവിമാർക്ക് വരെ തൗഹീദ് അറിയില്ല എന്നാണ് പറയുന്നത്. മൗലവിമാർക്ക് വരെ തൗഹീദ് അറിയില്ല. 2012 വരെ ഒരു തൗഹീദും 2012 ശേഷം വേറെ തൗഹീദുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്കല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൗലവിമാർക്ക് തന്നെ തൗഹീദ് അറിയാത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സക്കരിയ സലാഹി പറയണം, ഞാൻ പറയുന്നതല്ല. അപ്പോൾ അന്ന് ഖുർആനിലായിരുന്നോ? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് ഖുർആനിലായിരുന്നു. ആ ഖുർആനല്ലേ 2012 പിന്നെ എങ്ങനെ തൗഹീദിൽ അടിപിടിയായി? അപ്പം നിങ്ങൾ ഈ പറയുന്ന തൗഹീദും നിങ്ങൾ ഈ പറയുന്ന ഷിർക്കും ഇതൊക്കെ നിങ്ങളെ ബുദ്ധി കൊണ്ടുണ്ടാക്കി, നിങ്ങളുടെ പരിഭാഷ കൊണ്ടുണ്ടാക്കിയ ഒരു വ്യാഖ്യാനം, ഒരു നൂലാമാലയാണ്. മനസ്സിലായില്ലേ? അത് ഖുർആനായിട്ട് യാതൊരു ബന്ധമില്ല. ഇങ്ങനെ ഖുർആൻ പഠിക്കുക പരിഭാഷ പഠിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ ഖുർആനും പരിഭാഷയൊക്കെ പഠിച്ചിട്ട് ഈ 100 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ പരിസരം എത്രത്തോളം മലിനീകരിച്ചു? മുസ്ലിം ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ കാഫിറാക്കി. ഇപ്പം നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരപ്പനങ്ങാടി വന്നിട്ട് ഫൈസൽ മൗലവി പറഞ്ഞ് മടവൂരികൾ കാഫിറാണെന്ന് പറഞ്ഞു, മടവൂരികൾ വന്നിട്ട് പറഞ്ഞു ഫൈസൽ മൗലവി കാഫിറാണെന്ന് പറഞ്ഞു, ഇവർ രണ്ടും അല്ലാത്ത KNM കാഫിറാണ് മറ്റു കൂട്ടരും പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ്, പരസ്പരം കാഫിറാക്കിയിട്ട് അടിപിടി കൂടുകയാണ്. ഈ സക്കരിയ സലാഹി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. സക്കരിയ സലാഹി പറയുന്നു, നിങ്ങൾക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല, തെറ്റിച്ചു, തൗഹീദ് മനസ്സിലായിട്ടില്ല. ആർക്ക്? അതാ സമസ്തക്കാർ ചോദിക്കുന്നുണ്ട്, സാധാരണ മുജാഹിദ് പ്രവർത്തകർക്ക് തൗഹീദ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതിനുവേണ്ടി ഇത്ര കാലം വാദപ്രതിവാദം നടത്തിയും ഖണ്ഡനമണ്ഡനം നടത്തിയും തൗഹീദിനു വേണ്ടി ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്ത ആളുകൾക്ക് തൗഹീദ് തെറ്റി, അവർക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ആളെ കിട്ടുമതിന്? ആരെങ്കിലും ഇതിന്റെ ഒപ്പം നിൽക്കുഞ്ഞി വിശ്വസിക്കോ? നമ്മളെ ഇത്ര കാലം പറഞ്ഞൊക്കെ തെറ്റായിരുന്നു, 2012 വരെ പറഞ്ഞൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുംഭസെ ചൊറ്റം പോയി കരഞ്ഞോലോ. ജാമ്യ പോയിട്ട് കരഞ്ഞിട്ട് സീഡി ഇറക്കി, ഒരുത്തൻ കന്നല മിഞ്ഞാന്ന് കയറുന്ന ഒരുത്തൻ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? AP കരയട്ടെ, TP കരയട്ടെ, മദനി കരയട്ടെ, സമ്മേളനം വിളിച്ചിട്ട് ഒന്നായിട്ട് കൂട്ടക്കരച്ചിൽ കരയട്ടെ, തിരുത്തിയിട്ട് എല്ലാ ബുക്കും പിൻവലിക്കട്ടെ, എല്ലാ സീഡിയും പിൻവലിക്കട്ടെ. അതല്ലേ വേണ്ടത്? പറയാൻ കൊള്ളൂ. ഇത് ശാഖാപരമായ വിഷയത്തിലല്ല ഈ തർക്കം, അടിസ്ഥാനപരമായ മർമ്മപരമായ തൗഹീദിലാണ് ഈ അടിപിടി കൂടുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആദം നബി അലൈഹി സ്വലാം മുതൽ നബി തങ്ങൾ വരെ തൗഹീദിൽ വല്ല മാറ്റമുണ്ടോ? ഇനി ഖിയാമത്ത് നാൾ വരെ തൗഹീദിൽ വല്ല മാറ്റമുണ്ടോ? ഇത് 2012 വരെ ഒരു തൗഹീദും അതിനുശേഷം വേറെ തൗഹീദും, ഇതെന്തൊരു ഇസ്ലാമാണ്? നിങ്ങൾ ഈ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമും പരിശുദ്ധ ദീനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് മൻസൂറിനോട് പറയാനുള്ളത്, മര്യാദക്ക് ഈമാനികമായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.